ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2006 തോന്നുന്നു റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത നോട്ട് ബുക്ക് എന്ന് പറഞ്ഞൊരു ചിത്രം. നിങ്ങൾ മലയാളികൾ മിക്കവരും കണ്ടു കാണും. ഒരു 3 പെൺസുഹൃത്തുക്കളുടെ കഥ പറയുന്ന ഒരു സിനിമ. ആ സിനിമ അതിലെ 3 സുഹൃത്തുക്കൾ സ്കൂൾ വിദ്യാർത്ഥികളാണ്. അവർ 3 പേര് ഒരുമിച്ച് നടക്കുന്നത്. അതിലൊരു കൂട്ടുകാരിക്ക് ഒരു പ്രണയം തോന്നുന്നു. ആ സ്കൂളിൽ തന്നെ ഒരു പയ്യനുമായിട്ട് പ്രണയം തോന്നുന്നു. അവര് ഈ പിള്ളേരെ എല്ലാം മാതാപിതാക്കളെല്ലാം നല്ല വിദ്യാഭ്യാസവും വിവരമുള്ളവരാണ്, ഉയർന്ന ഉദ്യോഗത്തിലുള്ളവരുണ്ട്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിന് ആ ഒരു ഇതില് ഒരു പെൺകുട്ടിക്ക് ആ സ്കൂളിലെ തന്നെ ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നുന്നു. ആ കുട്ടി പ്രഗ്നന്റ് ആവും, ഗർഭിണിയാവും. ഈ 3 പേരും കൂടി അത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ, ഗർഭം കളയാൻ വേണ്ടി നോക്കുന്ന കഥ. അതാണ് അങ്ങനെ കഥ. അവർ ആ കുട്ടിത്തം മാറാത്ത കുട്ടികൾ കാണിക്കുന്ന അബദ്ധങ്ങളും അതിൽ ആ പെൺകുട്ടി, ഗർഭിണിയായ പെൺകുട്ടി മരിച്ചു പോകുന്നതാണ് കഥ. ശരിക്കും പറഞ്ഞാൽ ആ കഥ ഇപ്പൊ ഞാൻ ഓർക്കാൻ കാര്യം, ഇന്നത്തെ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ കണ്ട ഒരു ന്യൂസിനെ കുറിച്ചാണ്. പനമ്പിളിയാറിൽ, നമ്മുടെ കൊച്ചിയില് എറണാകുളത്ത് പനമ്പിളിയാർ എന്ന് പറഞ്ഞ മറ്റേ വൻകിട ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഫ്ലാറ്റില് ഒരു കുഞ്ഞിനെ താഴ്ത്തെറിഞ്ഞ് നവജാത ശിശു മറ്റേ ആമസോണിന്റെ കവറിലാക്കി കൊന്നു എന്നും പറഞ്ഞാണ് ന്യൂസ് വന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. ആ കുട്ടീനെ എറിഞ്ഞ ആ കുഞ്ഞിനെ പ്രസവിച്ച ആ പെൺകുട്ടിക്കെതിരെ, ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസ്. ഞാൻ ആ ന്യൂസ് കണ്ടപ്പോൾ അവരൊക്കെ ആക്രമിക്കുക, തെരഞ്ഞുപിടിച്ച് ആക്രമിക്കും. ഈ ഒരു സ്ത്രീയല്ലേ, ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാവൂ, വല്ല അമ്മത്തൊട്ടിലിട്ടാ പോരെ, അങ്ങനെയൊക്കെയുള്ള കുറെ ന്യൂസുകളാണ്. ഞാൻ പറയാനുള്ള കാര്യം, നമുക്ക് ഒരുപാട് ചർച്ചയൊക്കെ, ഇത് ഒരുപാട് ന്യൂസ്, ഇത് ഭയങ്കര കാര്യമായിട്ട് ന്യൂസൊക്കെ ആയിട്ട് പോകും, ഇല്ലെന്നൊന്നും ഞാൻ പറയണ. പക്ഷെ അവരുടെ വീട്ടുകാരുടെ, ആ പെൺകുട്ടിയുടെ ഇതും കൂടി വെച്ച് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ആ നോട്ട് ബുക്കിലെ പെൺകുട്ടിയുടെ അതേ അവസ്ഥ തന്നെ ആയിരിക്കണം ഈ പെൺകുട്ടിക്ക്. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ, ചിലപ്പോൾ ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും വിവാഹം കഴിക്കാൻ അവർക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നിരിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ആ ചിലപ്പോൾ ഒരു പൊട്ടത്തരത്തിന്, ഇല്ലെങ്കിൽ ഒരു പെട്ടെന്ന് തോന്നിയൊരു ഇത് ആ കൊച്ചിനെ കളയാം. ഇപ്പൊ ഞാൻ കുറച്ചാൾ മുമ്പ് ഒരു ന്യൂസിൽ കണ്ടായിരുന്നു, കുഴിച്ചിട്ടു, പ്രസവിച്ച കുഞ്ഞിനെ കുഴിച്ചിട്ടു എന്നും പറഞ്ഞു. ഇത് ഫ്ലാറ്റാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും ചിലപ്പോൾ അത് ചെയ്തത്. തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനെ കൂടുതൽ ആ ഒരു, ഞാനെന്താ പറയാ, പേടി കൊണ്ട്, ഇല്ലെങ്കിൽ ഒരു ഇതുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി അങ്ങനെ ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ആ പെൺകുട്ടി ആരാണ്, എന്താണ്, അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാതെ വിടാനാണ് എനിക്ക് ആ വിഷയത്തോടു കൂടി തോന്നുന്നത്. ഞാൻ നമ്മുടെ ആ വീഡിയോ പോസ്റ്റിലും ഇതിലൊക്കെ കണ്ടപ്പോഴും ഞാൻ എന്റെ പരിചയമുള്ള കൂട്ടുകാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞത് തന്നെ, മാക്സിമം ആളുകളും ആ ന്യൂസിനെ പറ്റി കൂടുതൽ ചെയ്യാതെ വിടുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവർ എല്ലാവർക്കും നമസ്കാരം.